അത്തരം ഏതെങ്കിലും ഒരു പ്രശ്നം ഒരിടത്തും നിലനിൽക്കുന്നില്ല. എല്ലാ കമ്മിറ്റികളോടും, അതായത് ഓരോ ചലഞ്ചുകൾ നടത്താനായിട്ട് നമ്മൾ നേരിട്ട് ധനസമാഹരണമായിരുന്നില്ല, പലതരം ചലഞ്ചുകളിലൂടെയാണ് ധനം സമാഹരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം അവരവരുടെ ടാർഗറ്റ് എമൗണ്ട് കൃത്യമായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൈമാറുന്ന ഒരു പ്രക്രിയയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ താഴെത്തട്ടിലെ ഏത് അസംബ്ലി കമ്മിറ്റി ആയാലും അവർ ഇത്ര രൂപ തരാൻ ദേ ആർ ലയബിൾ, അവർക്കതിൻ്റെ ബാധ്യതയുണ്ട്, അതവർ കൃത്യമായി തരും. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് സംഘടനയ്ക്കകത്ത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളോ പരിഭവങ്ങളോ നിലനിൽക്കുന്നില്ല. വയനാട് ഉരുൾപൊട്ടലിലെ ദുരന്ത ബാധിതർക്ക് 30 വീടുകൾ നിർമ്മിച്ചു നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായ പണപ്പിരിവ് നടത്തിയത്. പണം കണ്ടെത്താൻ ബിരിയാണി ചലഞ്ച് മുതൽ പായസ ചലഞ്ചുകൾ വരെ. പക്ഷേ ചലഞ്ചുകൾ വഴി ലഭിച്ച പണം എവിടെ പോയെന്നതിനെ ചൊല്ലിയാണ് തർക്കം. നിയോജക മണ്ഡലം കമ്മിറ്റികൾ പണത്തിൻ്റെ കണക്കുകൾ നിരത്തി KPCC യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകി കഴിഞ്ഞു. കാട്ടാക്കട നിയോജക മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതിയിലെ വിശദാംശങ്ങൾ ഇങ്ങനെ. കാട്ടാക്കട മണ്ഡലം കമ്മിറ്റി മാത്രം വിറ്റത് 1200 ബിരിയാണി കിറ്റുകൾ. ഒരു ബിരിയാണിക്ക് 120 രൂപ നിരക്കിൽ പിരിച്ചെടുക്കുകയും ചെയ്തു. മാത്രമല്ല ബിരിയാണി ഉണ്ടാക്കാനായി അരിയും മറ്റു സാധനങ്ങളുമെല്ലാം സംഭാവനയായി ലഭിച്ചു. മണ്ഡലം കമ്മിറ്റിയുടെ കണക്കനുസരിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറേണ്ടത് ബിരിയാണി ചലഞ്ചിൽ മാത്രം 1,20,000 രൂപ. പക്ഷേ കാട്ടാക്കട നിയോജക മണ്ഡലം ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ 88 ലക്ഷം രൂപയുടെ കണക്ക് അവതരിപ്പിക്കുന്നതുവരെ നൽകിയത് 10,000 രൂപയ്ക്ക് താഴെയെന്നാണ് ആരോപണം. അങ്ങനെയെങ്കിൽ ബാക്കി തുക എവിടെയെന്നതിനെ ചൊല്ലിയാണ് തർക്കം രൂക്ഷമാകുന്നത്. മണ്ഡലം പ്രസിഡന്റിനെതിരെ നടപടി വേണമെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും നൽകിയിരിക്കുന്ന പരാതിയിലെ പരാമർശങ്ങൾ. ന്യൂസ് 18 തിരുവനന്തപുരം. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും യൂത്ത് കോൺഗ്രസിൽ പലവിധ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ബിരിയാണി ചലഞ്ചിനടക്കം പിരിച്ച പണം എവിടെയെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഡാൻ കുര്യൻ തന്നെ ചേരുന്നു. ഡാൻ, നേരത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അവകാശപ്പെട്ടത് ഇത് സംബന്ധിച്ച് സംഘടനയ്ക്കകത്ത് തർക്കമില്ല എന്നതായിരുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇതുവരെയും വീട് നിർമ്മിച്ച് നൽകാത്തത് എന്നൊരു വലിയ വിവാദം ഉയർന്നിരുന്നു. പക്ഷേ ഈ പണം പിരിച്ച പണം എവിടെ എന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ഇതിൽ നേതൃത്വത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഉണ്ടായിട്ടുണ്ടോ? നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് 30 വീടുകൾ വെച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ധനസമാഹരണം നടത്തിയത്. അതിനുവേണ്ടി പലതരത്തിലുള്ള ചലഞ്ചുകൾ നടത്തിയതെന്നാണ് പറയുന്നത്. അതോടൊപ്പം 88 ലക്ഷം രൂപയുടെ കണക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നേരത്തെ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷവും ഇതിന്റെ പേരിൽ കാട്ടാക്കട ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം കൃത്യമായി സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികൾ തന്നെ പരാതിയുമായി KPCCയെയും അതോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇങ്ങനെയൊരു പരാതി മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുകയായിരുന്നില്ല വേണ്ടത്. അത് സതുദ്ദേശപരമായിരുന്നെങ്കിൽ നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു വേണ്ടത് എന്നൊരു നിലപാടിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം എത്തുന്നു എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പരാതി പരസ്യപ്പെടുത്തിയതിന് ഇപ്പോൾ ഈ പരാതിയിൽ ഒപ്പിട്ടിരിക്കുന്ന ആളുകൾക്കെതിരെ അടക്കം നടപടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നും അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പിരിച്ചെടുത്ത തുക എവിടെ എന്നത് അപ്പോഴും ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. അതിലേക്ക് കൃത്യമായ ഒരു ഇടപെടൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ സംഭവം വിവാദമായി മാറുകയും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെ ഒരു പുകമറ നിലനിർത്തുന്നത് അത് നേതൃത്വത്തിന് മുഴുവൻ അവമതിപ്പായി മാറുമെന്നൊരു വിലയിരുത്തലിൽ ഇതുമായി ബന്ധപ്പെട്ട് പണം പിരിച്ചിട്ട് അത് നൽകുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതല്ല മറിച്ചൊരു തീരുമാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യമാണ്. നിലവിൽ കാട്ടാക്കട നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ഇങ്ങനെയൊരു പരാതിയുമായി പരസ്യമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഡാൻ, ഈ രാഹുൽ മാങ്കൂട്ടൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയ കാര്യം ഓരോരുത്തർക്കും ടാർഗറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ടാർഗറ്റ് അനുസരിച്ച് വിവിധ ചലഞ്ചുകളിലൂടെ സമാഹരിക്കുന്ന പണം കൈമാറുമെന്നതാണ്. ഇതിൽ ഇങ്ങനെ കൈമാറിയ പണം എവിടെയെന്ന ചോദ്യമാണോ ഈ നിയോജക മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത്? കാരണം ഇത് എത്രയുണ്ട് ഇത് സംബന്ധിച്ചൊരു കണക്ക് സ്വാഭാവികമായും ഏത് സംഘടനയാണെങ്കിലും പുറത്തുവിടേണ്ടതാണ്. ഇത് പൊതുസമൂഹത്തിനപ്പുറം ആ സംഘടനയ്ക്കകത്ത് പോലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് തന്നെയല്ലേ ഈ പരാതിയിലൂടെ വ്യക്തമാവുന്നത്? അതായത് ഇപ്പോൾ ഈ പരാതി രേഖാമൂലം പരാതി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിനും KPCC അധ്യക്ഷനും നൽകിയിരിക്കുന്നത് കാട്ടാക്കട നിയോജക മണ്ഡലം കമ്മിറ്റിയാണ്. അവരുടെ പരാതിയിൽ ആക്ഷേപം ഉന്നയിക്കുന്നത് നിയോജക മണ്ഡലം
പ്രസിഡന്റിനെതിരെയാണ്. അതായത് അദ്ദേഹമാണ് ഈ പണം കൈകാര്യം ചെയ്തത്, ആ പണം കൃത്യമായി നേതൃത്വത്തിന് കൈമാറാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഈ പരാതിയിൽ പരാമർശിക്കുന്ന കാര്യം. അതിനപ്പുറത്തേക്ക് സംസ്ഥാന നേതൃത്വത്തിനെതിരെ പരസ്യമായ ഒരു പ്രതികരണങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന പരാതിയിലില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിലടക്കം ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അങ്ങനെയാണ് ഇതിൽ പരസ്യമായ മറുപടിയുമായി സംസ്ഥാന അധ്യക്ഷൻ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായത്. ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് KPCCയുമായി സഹകരിച്ച് യൂത്ത് കോൺഗ്രസ് 30 വീടുകൾ വയനാട്ടിൽ വെച്ച് നൽകും എന്ന പ്രസ്താവന പരസ്യമായി തന്നെ അദ്ദേഹം ഒടുവിൽ നടത്തുകയും ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെയൊരു വിവാദം ഉണ്ടാകുന്നത്, ഈ പരാതിയുമായി അവർ രംഗത്ത് വരുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും, അതായത് ഈ വിഷയത്തിൽ ഏത് തരത്തിലൊരു ഒത്തുതീർപ്പിനുള്ള ശ്രമം ഉണ്ടാകും, ഈ പണം എവിടെ എന്ന ചോദ്യത്തിന് എന്തുത്തരം കണ്ടെത്തും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഈ പണപ്പിരിവ് നടത്തി അത് കൃത്യമായി കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നതാണ് ഇനി അവശേഷിക്കുന്ന ചോദ്യം. യെസ് ഡാൻ, ഇതിൽ ആദ്യം വിശദീകരിക്കേണ്ടി വരിക യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വമാണ്. അതിൽ ഒരു വിശദീകരണം അങ്ങനെ ഉണ്ടാവുന്നുണ്ടല്ലോ, കാരണം ഉണ്ടോ കാരണം നിയോജക മണ്ഡലം തലത്തിൽ ഉണ്ടാവുന്ന ഈ പരാതി സംബന്ധിച്ച് ആദ്യം അവർ വിശദീകരിക്കേണ്ടി വരുമല്ലോ, അതിനുശേഷമായിരിക്കും ഇവരുടെ ടാർജറ്റും അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടി വരിക. ഇതിൽ അത്തരമൊരു വിശദീകരണത്തിലേക്ക് അവർ വരുന്നുണ്ടോ? അത്തരമൊരു വിശദീകരണം വൈകാതെ തന്നെ നൽകുമെന്നാണ് അറിയുന്നത്. അവിടെയാണ് ഈ പരസ്യമായി, അതായത് നമ്മളോടടക്കം പരസ്യമായ ഒരു പ്രതികരണത്തിന് അവർ തയ്യാറായിട്ടില്ല. പക്ഷേ കൃത്യമായി നൽകിയ പരാതിയുടെ പകർപ്പ് നമുക്ക് ലഭിച്ചു, അതാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പണം എവിടെയൊന്നൊരു കൃത്യമായ ചോദ്യം ഉയരും. അതോടൊപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ അത് ബോധപൂർവമായ നീക്കങ്ങളുടെ ഭാഗമായി സംസ്ഥാന നേതൃത്വത്തെ സംശയനിരയിൽ നിർത്താനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നാണ് സംസ്ഥാന അധ്യക്ഷനും അദ്ദേഹത്തോടൊപ്പമുള്ളവരും പറയുന്ന വിശദീകരണം, അല്ലെങ്കിൽ അവരുടെ പ്രതിരോധം അങ്ങനെയാണ്. അതിനിടയിലാണ് ഇങ്ങനെയുള്ള വിവാദങ്ങൾ സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ തലപൊക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിരിച്ച പണത്തിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുപെടണം എന്നുള്ള ആവശ്യവുമായി കൂടുതൽ ഭാരവാഹികൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവിടെ KPCC നേതൃത്വമടക്കം ഇങ്ങനെ ഒരു വിവാദമുണ്ടായതിൽ കടുത്ത അമർഷത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് KPCCയുമായി സഹകരിച്ചുകൊണ്ട് ഇങ്ങനെ 30 വീടുകൾ വയനാട്ടിൽ ഈ ദുരന്തബാധിതർക്ക് അതിജീവിതർക്ക് വെച്ച് നൽകുമെന്ന കൃത്യമായ പ്രഖ്യാപനം പരസ്യമായി തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ നടത്തിയിരിക്കുന്നത്. പക്ഷേ അതിനിടയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഈ കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഈ പരാതിയിൽ എന്ത് നടപടി സംസ്ഥാന നേതൃത്വം കൈക്കൊള്ളും എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഇത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കേണ്ടത് അനിവാര്യതയായി മാറുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഡാൻ, ഈ യൂത്ത് കോൺഗ്രസ് ഒരു കുറുവാ സംഘം, ഇതാണ് ഡിവൈഎഫ്ഐ ഉയർത്തിയിരിക്കുന്ന വിമർശനം. റഹീം അടക്കമുള്ളവർ ആ പ്രയോഗം നടത്തുന്നു. അതിന് കോൺഗ്രസിന് ഭാഗത്ത് ചില മറുപടികളും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, യൂത്ത് കോൺഗ്രസ് ഇക്കാര്യം വിശദീകരിക്കേണ്ടി വരും. ഇപ്പോൾ ഉയർന്നു വന്ന പരാതി ഡാൻ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പരാതി മാത്രമാണ്. പക്ഷേ അതിനപ്പുറം കൂടുതൽ പ്രാദേശിക ഇടങ്ങളിൽ സമാനമായ പരാതി ഉണ്ടെങ്കിൽ നേതൃത്വം അതിൽ ഒരു സുതാര്യമായല്ല പോയത് എന്നൊരു ആക്ഷേപം നേരിടുന്നുണ്ട്. ഇക്കാര്യത്തിൽ വിശദീകരണം നടത്തേണ്ടി വരും. ഒരുപക്ഷേ യൂത്ത് കോൺഗ്രസ് തന്നെ എത്ര വീട് നിർമ്മിക്കും എന്നതിലൊരു വ്യക്തത കുറവ് വന്നതുകൊണ്ടാവാം കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് തങ്ങൾ വീട് നിർമ്മാണത്തിൽ പങ്കാളികളാകുമെന്നൊരു നിലപാട് അവർ എടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഈ ഫണ്ട് പിരിവിൽ അവ്യക്തതകളും സുതാര്യത പ്രശ്നങ്ങളും ഉണ്ട് എന്ന ആക്ഷേപം ശരി തന്നെയാണ് എന്നതാണ് ഈ പരാതികളൊക്കെ പൊതുവിൽ സൂചന നൽകുന്നത്. സജിത്ത്, അതായത് ടാർഗറ്റ് ചെയ്ത തുക ഏതാണ്ട് 2 കോടിക്ക് മുകളിലായിരുന്നു. ഈ 30 വീടുകൾ വെച്ച് നൽകുന്നതിന് ആവശ്യമായി വരുന്ന തുക ഏതാണ്ട് 2 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു. പക്ഷേ അത്രയും പണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയത്. അങ്ങനെയാണ് 88 ലക്ഷം രൂപയുടെ ഒരു എക്സാക്ട് കണക്ക് അത് ഇന്ന അക്കൗണ്ടിലേക്ക് വന്നതിന്റെ വിശദാംശങ്ങളടക്കം അദ്ദേഹം പരസ്യപ്പെടുത്തുകയും ചെയ്തത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് പണപ്പിരിവ് നടന്നിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ പണം എവിടെ പോയി, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എതിർ രാഷ്ട്രീയ കക്ഷികൾ, യുവജന സംഘടനകളൊക്കെ അതിൽ വലിയ വിമർശനവുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പരസ്യ നിലപാടുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങളിൽ കൃത്യമായ ഒരു നടപടി എടുക്കേണ്ടത് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപിൽ അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. അങ്ങനെ നടപടിയെടുത്തില്ല എങ്കിൽ ആ പേരിനെങ്കിലും അടിയന്തരമായൊരു അന്വേഷണം പ്രഖ്യാപിക്കും
പരിശോധിക്കേണ്ടതായി വരും. കാരണം ഇങ്ങനെയുള്ള നൽകിയ പണം എവിടെ പോയി എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഭാരവാഹികൾ തന്നെ, അതായത് മണ്ഡലം ഭാരവാഹികൾ തന്നെ രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലം, തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ സംഘടനയ്ക്ക് അത്ര അനുകൂലമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു വിവാദം അങ്ങനെ തുടരുന്നതും അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധികളിലേക്ക് നയിക്കും. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി അടിയന്തരമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ സംഘടനാ തലത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. അതിൽ നേതൃത്വമാണ് വിശദീകരണം, തീരുമാനമെടുക്കേണ്ടത്. നിലവിൽ ഇത് ഇങ്ങനെ ഒരു ചർച്ചയായി മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു അന്വേഷണം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതേസമയം സംസ്ഥാന നേതൃത്വം കടുത്ത അമർഷത്തിലാണ് ഈ പരാതി ഇങ്ങനെ പരസ്യമാകുന്ന സാഹചര്യം ഉണ്ടായതല്ല. അതായത് ഇത് സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഘടനാ തലത്തിൽ ചർച്ച ചെയ്യുന്നതിന് പകരം പുറത്തേക്ക് അത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതിൽ നേതൃത്വം കടുത്ത അമർഷത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഈ പരാതി പുറത്തുവിട്ടവർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. യെസ്, ഡാൻ സൂചിപ്പിച്ചതുപോലെ എന്തായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം വെട്ടിലാവുന്നു ഈ പരാതിയിലെന്ന സാഹചര്യമുണ്ട്. കാരണം സംഘടനയ്ക്കകത്ത് ഇങ്ങനെ ഒരു വിവാദവുമില്ല, ഒരു പരാതിയുമില്ല എന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശദീകരണം കൂടിയാണ് പൊളിയുന്നത്. ഇത്തരം പരാതികളുണ്ട്. നിയോജക മണ്ഡലം കമ്മിറ്റി പുറത്തുവിടുന്ന കണക്കിൽ അവർക്ക് ഈ പണം എവിടെയെന്ന സംശയം അവർ ഉന്നയിക്കുന്നുണ്ട്. നേതൃത്വം വിശദീകരിക്കണം, കണക്കുകൾ വ്യക്തമാക്കണമെന്നതാണ് ആക്ഷേപം.